ഗ്രീൻ ഹൗസ് എന്ന് പറഞ്ഞിട്ടുള്ള യോഗ്യകാർത്തയിലെ ഒരു ഹോം സ്റ്റേ ആണ്. ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്തത്. ഇതൊരു റിസപ്ഷൻ ഏരിയയാണ്. അപ്പോൾ ഇവിടുന്ന് 12 മണിക്ക് ചെക്കൗട്ട് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ഇപ്പോൾ സമയം ഏകദേശം ഇവിടുത്തെ ഇന്തോനേഷ്യയിൽ 11:30 മണി ആയിട്ടുണ്ട്. നാട്ടിലെ 10 മണി. 12 മണിയാകുമ്പോൾ നമ്മുടെ റിയ വണ്ടിയായിട്ട് വരും, എന്നെ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യും. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് ബാലിയിലേക്ക് പോകുന്നത്. 6:40 ഫ്ലൈറ്റ്. 6:40 വരെ നമുക്ക് ഇവിടുത്തെ ഈ ഒരു യോഗ്യകാർത്തയിലെ എയർപോർട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് സമയം സ്പെൻഡ് ചെയ്യാം. ഇതൊക്കെയാണ് പ്ലാനിങ്. അപ്പോൾ ഇന്തോനേഷ്യയിലെ ഓരോ എപ്പിസോഡുകളും എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്കും നിങ്ങളുടെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ അറിയിക്കുക. ബാലി എപ്പിസോഡിനായിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുക. ബാലി മാക്സിമം മനോഹരമായിട്ട് തന്നെ നമുക്ക് വ്ലോഗ് ചെയ്യണം. അതിനുള്ളൊരു പ്ലാനിങ്ങിലാണ് പോകുന്നത്. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ട്രിപ്പായിരുന്നു എൻ്റെ ഇന്തോനേഷ്യ ബാലി. ഇത് ട്രാവലിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ വീഡിയോസ് ചെയ്യാനായിട്ട് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിലൂടെ ചിലപ്പം യാത്ര ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവിടെ നമ്മൾ വണ്ടി കാര്യങ്ങളൊക്കെ റെൻറ്റിന് എടുത്തിട്ടാണ് പോകുന്നത്. അതുപോലെ ഗൈഡിന് നമ്മൾ ഡെയിലി പൈസ കൊടുക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ചിലപ്പോൾ പ്രതീക്ഷിച്ചൊരു ബഡ്ജറ്റ് ആയിരിക്കില്ല വരിക. അപ്പം നമ്മളെപ്പോഴും ട്രാവൽ ചെയ്യുന്ന സമയത്ത് $US കുറച്ച് കയ്യിൽ വെക്കുന്നത് സേഫ് ആയിരിക്കും. പിന്നെ കയ്യിലുണ്ടായിരുന്ന ക്യാഷ് പെട്ടെന്ന് തീർന്ന് അങ്ങനെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചു, മലേഷ്യയിലുള്ള ആളെ വിളിച്ചിട്ട് ആളെനിക്ക് ബാലിയിലുള്ള ഒരു സുഹൃത്ത് വഴി ഇവിടുത്തെ നമ്മുടെ റിയൻ്റെ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അതിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് തന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന് ലഗേജിൻ്റെ കാര്യം, വെയിറ്റ് കാര്യങ്ങളൊക്കെ തൂക്കി കറക്റ്റ് ചെയ്യുക. വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ക്യാഷ്. ഇൻ്റർനാഷണൽ ട്രിപ്പ് ചെയ്യുമ്പോൾ കുറച്ച് $US കാര്യങ്ങളൊക്കെ എക്സ്ട്രാ മണി നമ്മൾ എപ്പോഴും കയ്യിൽ കീപ്പ് ചെയ്യുക. ഇവിടെ വന്നു കഴിഞ്ഞാൽ ട്രാൻസാക്ഷനും അതുപോലെ തന്നെ ATM കാർഡ് വഴി വിഡ്രോ ചെയ്തെടുക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. ഇന്നലെ ഞാൻ ശരിക്കും പ്രയാസപ്പെട്ടു, ടെൻഷനായി. കാരണം നമ്മൾ കയ്യിൽ ക്യാഷ് തീർന്നു കഴിഞ്ഞാൽ നമ്മൾ അറിയാത്ത രാജ്യമാണ്, ഇവിടെ നമുക്ക് പരിചയമില്ലാത്ത ആളുകളാണ്, ക്യാഷ് ചോദിച്ചു കഴിഞ്ഞാൽ തരില്ല. അപ്പോൾ അതുകൊണ്ട് ക്യാഷ് എപ്പോഴും നിങ്ങൾ കുറച്ച് എക്സ്ട്രാ മണി കയ്യിൽ കീപ്പ് ചെയ്യുക. അതല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ ബുദ്ധിമുട്ടേണ്ടി വരും. ജക്കാർത്ത അതുപോലെ തന്നെ യോഗ്യകാർത്ത 3 മെയിൻ സിറ്റികളാണ് നമ്മൾ കവർ ചെയ്തത്. ഇവിടെ കാണാനുള്ള ഔട്ടറിൽ ഒരുപാട് ബീച്ചുകളും അതുപോലെ തന്നെ മെയിൻ സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്തോനേഷ്യ എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഞാനൊക്കെ വിചാരിക്കുക ബാലി മാത്രമേ ഉള്ളൂ ഇന്തോനേഷ്യയിൽ കാണാനുള്ളൂ എന്നാണ്. പക്ഷേ ഇന്തോനേഷ്യയിൽ എനിക്ക് തോന്നുന്നു ഒരു 6-7 മാസം എടുത്താൽ പോലും എക്സ്പ്ലോർ ചെയ്ത് തീരില്ല. ഇവിടെ അത്രത്തോളം സ്ഥലങ്ങളുണ്ട്. ഒരുപാട് ഉൾഭാഗങ്ങളിലോട്ടൊക്കെ സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് ഒരുപാട് നല്ല സ്ഥലങ്ങൾ, ബീച്ചുകൾ, മനോഹരമായിട്ടുള്ള ഗ്രാമപ്രദേശങ്ങൾ, വില്ലേജ് ഏരിയ, ഇവിടുത്തെ കൃഷികൾ, അങ്ങനെയുള്ള കുറേ സംഭവങ്ങളുണ്ട്. ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞാൽ തീരില്ല. അപ്പോൾ നമ്മൾ മാക്സിമം ഉൾഭാഗങ്ങളിലൂടെയൊക്കെ സഞ്ചരിച്ചു കൊണ്ടാണ് നമ്മൾ യാത്ര ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം അടിപൊളിയായിട്ട് കാണാനും ആസ്വദിക്കാനൊക്കെ കഴിഞ്ഞു. വളരെ ഹാപ്പി ആയിട്ട് തന്നെ തിരിച്ചു പോവുകയാണ്. 5,500 എനിക്ക് ബഡ്ജറ്റ് വന്നത്. ഇന്നലെയാണ് ടിക്കറ്റ് കൺഫേം ആക്കിയത്. ചീപ്പ് റേറ്റിൽ കിട്ടിയത് കൊണ്ട് വളരെ പെട്ടെന്ന് ടിക്കറ്റ് കൺഫേം ചെയ്തു. 23-ാം തീയതി തിരിച്ച് ബാലിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഫ്ലൈറ്റ് എടുത്തിട്ടുണ്ട്. അതെനിക്ക് ഏകദേശം 11,800 രൂപയാണ് ബഡ്ജറ്റ് കേട്ടോ ഫ്ലൈറ്റിന്. അത് ചീപ്പ് റേറ്റിൽ കിട്ടിയിട്ടുണ്ട്. അപ്പം 3 ദിവസം നമ്മൾ ബാലി എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അവിടെ നമുക്ക് ഹോട്ടലും അതുപോലെ തന്നെ ഗൈഡ്, വണ്ടി കാര്യങ്ങൾ എല്ലാം തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഒരു സുഹൃത്ത്. ബാലി എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ്. ബാലിയിലെ കിഡിലൻ കാഴ്ചകളാണ് ഇനി കാണാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ഇന്തോനേഷ്യൻ വ്ലോഗ് കാണണം, സപ്പോർട്ട് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. ഒരുപാട് സ്നേഹത്തോടെ ചെയ്തു. അപ്പോൾ നമ്മുടെ റിയ നമ്മളെ ഡ്രോപ്പ് ചെയ്യാനായിട്ട് എത്തിയിട്ടുണ്ട് എയർപോർട്ടിലേക്ക്. ഹായ് റിയ. Hi. How are you? Fine. Fine. Today, last day. Yeah, last day. How is experience Indian person? Nice. Nice. Okay. Good. Good. Okay. ഇപ്പോൾ നമ്മളെ ബാഗും കാര്യങ്ങളൊക്കെ ഇതിൽ വെക്കുകയാണ്. Mine. One cap, your my cap. Your back. My that's ഇന്തോനേഷ്യ. Bye. ഞങ്ങളങ്ങനെ ഹോട്ടലിൽ നിന്ന് തിരിച്ചു വിട്ടോ. എയർപോർട്ടിലേക്ക് പോകുന്ന വഴിയാണ് ഇത്. എയർപോർട്ടിലേക്ക് ഇവിടുന്ന് ഏകദേശം ഒരു 30 കിലോമീറ്റർ നമുക്ക് ട്രാവൽ ചെയ്യാനേ ഉള്ളൂ. അറൗണ്ട് ഒരു 3/4 മണിക്കൂർ. ഇപ്പോൾ സമയം 12 മണിയല്ല, ഒരു 12:45 1 മണിയാകുമ്പോൾ എയർപോർട്ടിലെത്തും. വേണമെങ്കിൽ ഇന്ന് ഡേ ടൈമിൽ ഇവിടെയൊക്കെ ഒന്ന് നിയർ ബൈ ആയിട്ടുള്ള പ്ലേസുകളൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യാമായിരുന്നു, ടൗണൊക്കെ ഒന്ന് കറങ്ങി കാണാമായിരുന്നു. പക്ഷെ നമ്മൾ ഇന്നിപ്പോൾ ഇനി റിയനെ എടുക്കുകയാണെങ്കിൽ നമ്മൾ വണ്ടീൻ്റെ റെൻറ്റും റിയൻ്റെ ഫീ എല്ലാം കൂടെ ഒരു 3000 രൂപ നമുക്ക് പേയ്മെൻറ്റ് കൊടുക്കണം. അപ്പോൾ ആ ഒരു ബഡ്ജറ്റ് ചുരുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരെ എയർപോർട്ടിലേക്ക്
വെച്ച് പിടിക്കുകയാണ്. അപ്പോൾ എയർപോർട്ട് എന്തായാലും യോഗ്യകാർത്ത എയർപോർട്ട് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമല്ലോ. നല്ല മനോഹരമായിട്ടുള്ളൊരു ബ്രിഡ്ജ് നോക്കിയേ, അടിപൊളിയല്ലേ. അപ്പോൾ ഏകദേശം 1 മണി മുതൽ 6:40 ഫ്ലൈറ്റ്. ഇനി ചിലപ്പം ഫ്ലൈറ്റ് ഡിലേ ഉണ്ടെങ്കിൽ വീണ്ടും സമയം കൂടും. എനിക്ക് തോന്നുന്നു ഒരു 4-5 മണിക്കൂർ എയർപോർട്ടിൽ തന്നെ ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ അത് ഏകദേശം എയർപോർട്ട് അടുക്കാനായിട്ടുണ്ട്. പിന്നെ വേറൊരു പ്രത്യേകത എന്താണെന്നറിയോ, എനിക്ക് ഈ ഒരു യാത്രയിൽ, ഇന്തോനേഷ്യൻ സോളോ യാത്രയിൽ കുറേ എയർപോർട്ടുകളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ സാധിച്ചു. കോലാലംപൂർ ഞാൻ സെക്കൻഡ് ടൈമാണ് വരുന്നത്. കൊച്ചി പിന്നെ നമ്മളെപ്പോഴും കാണുന്നതാണ്. പിന്നെ ട്രിവാൻഡ്രത്തൊക്കെയാണ് ഞാൻ തിരിച്ചു പോകുന്നത്. അപ്പോൾ ട്രിവാൻഡ്രം എയർപോർട്ട് എക്സ്പ്ലോർ ചെയ്യാം. അതുപോലെ ജക്കാർത്ത എയർപോർട്ട് വരുന്ന വഴിക്ക് നമ്മൾ എക്സ്പ്ലോർ ചെയ്തു. പിന്നെ ബാലിയിലാണ് ചെന്നിറങ്ങുക, ബാലി എയർപോർട്ട് എക്സ്പ്ലോർ ചെയ്യാം. പിന്നെ സിംഗപ്പൂർ കണക്റ്റഡ് ആയിട്ടുള്ള ഫ്ലൈറ്റാണ്. അപ്പോൾ അതുകൊണ്ട് സിംഗപ്പൂർ എയർപോർട്ടും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ കുറേ അധികം എയർപോർട്ടുകളും ഒക്കെ ഈ യാത്രയിൽ കാണാനും എക്സ്പ്ലോർ ചെയ്യാനും സാധിച്ചു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അടിപൊളി. ഇപ്പോൾ റൺവേൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ എയർപോർട്ടിൻ്റെ. നമുക്ക് ഇവിടുന്ന് വേണമെങ്കിൽ ഫ്ലൈറ്റ് ടേക്ക് ഓഫും ലാൻഡിങ്ങും ഒക്കെ വളരെ അടുത്ത് ഇങ്ങനെ കാണാൻ പറ്റും. നല്ല മനോഹരമായിട്ടുള്ള ഒരു എൻട്രിയാണ് ഇവരുടെ. അടിപൊളിയല്ലേ. അങ്ങനെ നമ്മുടെ റിയയ്ക്ക് ഈ ഒരു അവസരത്തിലൊരു വലിയ താങ്ക്സ് പറയുന്നുണ്ട്. റിയ ഭയങ്കര ഫ്രണ്ട്ലി ആയി നമുക്ക് ഒത്തിരി സപ്പോർട്ട്, സ്റ്റേ ആയാലും ഫുഡ് ആയാലും ട്രാവലിംഗ് ആയാലും നമ്മളെ കൂടെ ബോറടിക്കാണ്ട് വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഇന്തോനേഷ്യൻ യാത്രയിൽ എനിക്ക് തന്ന സർവീസും കാര്യങ്ങളും ഒക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ റിയയ്ക്ക് ഒരു ബിഗ് താങ്ക്സ് അറിയിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്തോനേഷ്യയിലേക്ക് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവരെ കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം. പേഴ്സണലി മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ ഇവരുടെ കോൺടാക്റ്റ് നമ്പർ തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇന്തോനേഷ്യയൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ വണ്ടി, ഗൈഡ് എല്ലാം, താമസവും ഫുഡും എല്ലാം പുള്ളി അറേഞ്ച് ചെയ്ത് തരും. അടിപൊളിയായിരുന്നു. അങ്ങനെ ഇതേ നമ്മൾ എയർപോർട്ടിൻ്റെ എൻട്രൻസിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ചെറുതായിട്ട് വണ്ടി ഞങ്ങളിവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തു ടേക്ക് ഓഫ് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ഇന്തോനേഷ്യയിലെ യോഗ്യകാർത്ത എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. റീം മൻസൂർ ഭായ് നമ്മളോട് വിട പറയുകയാണ്. മൻസൂർ ഭായ് 1 മാസം കഴിഞ്ഞിട്ടാണ് തോന്നുന്നു തിരിച്ച് നാട്ടിലേക്ക് വരിക. അപ്പോൾ 5 മണിക്കൂർ ഞാൻ ഈ എയർപോർട്ടിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യേണ്ട കാര്യം ആലോചിച്ചിട്ടാണ്. കുഴപ്പമില്ല, സമയമൊക്കെ പെട്ടെന്ന് പോവായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇവിടെ എയർപോർട്ടിൽ ഇറങ്ങി ഇവരെയൊക്കെ ഒന്ന് യാത്രയാക്കിയിട്ട് നമുക്ക് എയർപോർട്ടൊക്കെ ഒന്ന് കാണാം. അപ്പോൾ നമ്മൾ ഇന്തോനേഷ്യ വിട പറയുകയാണ്. നമ്മൾ യാത്ര അയക്കാനായിട്ട് റിയ ആൻഡ് മൻസൂർ ഭായ് എത്തിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് 6:40 ഫ്ലൈറ്റ്. പക്ഷേ ഇപ്പോൾ സമയം 2 മണി ആയിട്ടുള്ളൂ. ഇവിടുത്തെ 2 മണിയാണ്. അപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ വന്നതാണ് എയർപോർട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ റിയ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. നിങ്ങൾ ഇന്തോനേഷ്യയിലേക്ക് വരുമ്പോൾ റിയ അതുപോലെ തന്നെ മൻസൂർ ഭായ് എന്ത് ആവശ്യങ്ങൾക്കും ഇവരെ കോൺടാക്ട് ചെയ്യുക. ഞാൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അവർ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല ഗൈഡിങ്ങും മാക്സിമം നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയിലാണ് തിരിച്ചു പോകുന്നത്. എനിവേ, താങ്ക് യു സോ മച്ച് റിയ. ഓക്കെ, താങ്ക് യു മൻസൂർ ഭായ്. ഓക്കെ, അപ്പോൾ നമുക്കിനി ബാലിയിൽ ചെന്നിട്ട് കാണാം. ഓക്കെ, ബൈ ബൈ. ഗൈസ്, നമ്മളങ്ങനെ എയർപോർട്ടിനകത്ത് എത്തിയിട്ടുണ്ട്. ഇനി ഫുഡ് കഴിക്കണം. ഫുഡ് കഴിക്കാനായിട്ട് എൻ്റെ അടുത്ത് കയ്യിൽ ഒരു മലേഷ്യൻ റിംഗിറ്റ് ഉണ്ടായിരുന്നു, ഒരു 200. പിന്നെ ഇന്തോനേഷ്യൻ മണി ചെറിയ ചില്ലറ കയ്യിലുണ്ടായതുകൊണ്ട് നമ്മൾ ബാലിയിലേക്ക് പോകാണല്ലോ. അപ്പോൾ അവിടുന്ന് നമ്മൾ ഫ്രണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്യാഷ് വെച്ചിട്ട് നമുക്ക് ഒന്ന് ഇന്തോനേഷ്യൻ മണി ആക്കി എടുത്തിട്ട് ഇവിടുന്ന് ഫുഡ് കഴിക്കാം. അപ്പോൾ ഞാൻ ഇവിടുത്തെ ഒരു KFCയിൽ കയറിയിട്ട് ചിക്കനും അതുപോലെ തന്നെ ഒരു പെപ്സിയൊക്കെ കഴിച്ചു. പിന്നെ ഒരു ബിസ്ക്കറ്റൊക്കെ മേടിച്ച് ഒന്ന് റീഫ്രഷ് ചെയ്തു, മുഖമൊക്കെ ഒന്ന് വാഷ് ചെയ്ത് 4 മണിക്കൂർ ഇവിടെ ഇരിക്കണ്ടേ. അപ്പോൾ എന്തായാലും നമുക്ക് 4 മണിക്കൂർ പോയത് അറിഞ്ഞില്ല കേട്ടോ. കാരണം ഒരുപാട് സംഭവങ്ങൾ ഈ എയർപോർട്ടിനകത്ത് കാണാനുണ്ട് കേട്ടോ. അടിപൊളി എക്സ്പീരിയൻസ് ആണ് നമ്മൾ
ഭയങ്കര ഒരു എക്സ്പ്ലോർ ചെയ്യാൻ മാത്രം ഉള്ളതുണ്ട്. ഒരുപാട് കഫേകളും അതും ഭയങ്കര റിച്ച് ആയിട്ടുള്ള VIPs ഒക്കെ വരുന്ന ഹെവി കഫേകളൊക്കെയാണ് ഇവിടെ കൂടുതലായിട്ട് കണ്ടോ. ഇതുപോലുള്ള റെസ്റ്റോറൻറ്റുകൾ, കഫേകൾ, ഫുഡ് കോർട്ട് അടിപൊളിയാണ്. പിന്നെ ഇങ്ങനെ ഫ്ലൈറ്റുകൾ ഇങ്ങനെ ടേക്ക് ഓഫും ഒക്കെ ആയിട്ട് കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ ഒരു രസമാണ്. ശരിക്കും ഒരു എൻ്റർടൈൻമെൻ്റ് ആണ് ഈ ഒരു എയർപോർട്ട്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ബോറടിക്കാണ്ട് ബാക്കി സർവീസൊക്കെ ഉണ്ട് ഇതിനകത്ത്. പിന്നെ ഇതിനകത്തുള്ള ഈ ഫുഡ് കോർട്ടിനകത്തുള്ള സ്റ്റാഫുകളൊക്കെ ഉണ്ടല്ലോ ഭയങ്കര ഫ്രണ്ട്ലിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഭാഷ അറിയില്ല എന്നുള്ളൊരു പേടിയോ ഭയമോ ഒന്നും വേണ്ട. ഭയങ്കര ഡീലിങ്സ് ഒക്കെ അടിപൊളിയാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഭയങ്കര റേറ്റാണ്. ചുമ്മാ മെനു കാർഡൊക്കെ നോക്കി ഇവിടുത്തെ കോഫി, ബർഗർ, അങ്ങനെ സാൻഡ്വിച്ച്, പിസ്സ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ഭയങ്കര റേറ്റാണ്. ഇന്തോനേഷ്യൻ മണി നല്ല എമൗണ്ട് വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിലെ ക്യാഷ് ഏകദേശം തീർന്നു. ഇനി ഫുഡ് കഴിച്ചപ്പോഴത്തേക്കും ക്യാഷ് തീർന്നു. ഇനി ബാലിയിൽ രാത്രി 8:30 മണിക്കാണ് എത്തുക. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ പിക്ക് ചെയ്യാനായിട്ട് ആൾ വരും. നമ്മുടെ സുഹൃത്ത് വണ്ടി, ഗൈഡ്, ഹോട്ടൽ ബുക്കിംഗ് എല്ലാം ചെയ്തിട്ടുണ്ട്. ബാലിയിൽ ഞാനൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഹോട്ടൽ, പോപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടലിലാണ് റൂമും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ. പെർ ഡേ ഒരു 1500 ആ റേഞ്ചൊക്കെ വരുന്നു. നല്ല അടിപൊളി ഹോട്ടലാണ്, സ്വിമ്മിംഗ് പൂളൊക്കെ ഉള്ള. ഒക്കെ നമുക്ക് പോയിട്ട് കാണാം. അപ്പോൾ ഉണ്ട് ഇങ്ങനെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ്, ലാൻഡിങ് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കാം. വളരെ നിയർ ബൈ ആണ്. അപ്പോൾ അതുകൊണ്ട് ടൈം പെട്ടെന്ന് പോവും. പക്ഷേ ഡിലേ ഉണ്ട്. ഫ്ലൈറ്റ് ഒരു 45 മിനിറ്റ് ഡിലേ ഉണ്ട്, അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി, പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാനങ്ങനെ ഗേറ്റ് നമ്പർ അവിടെ വന്നിരിക്കുകയാണ് കേട്ടോ. ഗേറ്റിനോട് ചേർന്നിട്ടുള്ള ആ ഒരു വ്യൂ ആണ് ഈ കാണുന്നത്. സമയം പോയത് അറിഞ്ഞില്ല. ഏകദേശം ഇപ്പോൾ ഒരു 5:30 ആയിട്ടുണ്ട്. ഫ്ലൈറ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇനി ബാലിയിലേക്ക് ഇതേ ഫ്ലൈറ്റ് കയറാൻ വേണ്ടി പോവുകയാണ്. ഇനി നമ്മൾ കളികൾ അങ്ങനെ ബാലിയിലാണ്. അപ്പോൾ നമുക്ക് ബാലിയുടെ ഓരോ എപ്പിസോഡിന് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്. എല്ലാവരും കാത്തിരിക്കുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്കും ലൈക്കും കമൻസൊക്കെ ഇങ്ങനെ വാരി എറിയുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടാണ് ഇനിയും ഒരുപാട് ഇതുപോലുള്ള യാത്രകൾക്ക് പ്രചോദനമാകും. അപ്പോൾ ഗൈസ്, ഇനി നമുക്ക് ബാലി ചെന്നിട്ട് കാണാം കേട്ടോ. അങ്ങനത്തെ ഫ്ലൈറ്റ് സീറ്റൊക്കെ കിട്ടി, സേഫ് ആയിട്ടുണ്ട്. നമ്മളങ്ങനെ സീറ്റിലിരിക്കാൻ പോവുകയാണ്. ഇനി രാത്രിയിലെ ബാലി കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണാം അവിടെ ചെന്നിട്ട്. ഓക്കെ.